ഹായ് ഫ്രണ്ട്സ്, ക്യൂ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് സ്പെഷ്യൽ ടേസ്റ്റുള്ള മഷ്റൂം മസാലയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ നമ്മൾ അതിന് മുകളിലായിട്ടുള്ള തോല് ഇതുപോലെ നമ്മൾ ഉരിച്ച് കളയണം. ഇതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതായത് ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു വഴുക്കൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതുപോലെ പീസസ് ആക്കി കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പീസായി കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം ഒരു 20 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 സവാള, 2 കതിര് വേപ്പില, 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മീഡിയം കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനായി നമ്മളിപ്പോൾ ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മസാല പൗഡറും കൂടിയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയനിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ മസാല പൗഡേഴ്സും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാൻ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ നോക്കൂ, നമ്മുടെ കൂണ് മസാലക്കറി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.